നമസ്കാരം. FCRA ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ബില്ലുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ ഭാഗം കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. പുതിയ FCRA ഭേദഗതി നിയമത്തെ എതിർക്കുന്നവരുടെ പ്രധാന ആരോപണം അഥവാ ഒരു NGOയുടെ FCRA രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെട്ടാലോ അല്ലെങ്കിൽ അവർ അത് സ്വമേധയാ സർക്കാരിലേക്ക് സറണ്ടർ ചെയ്താലോ അതും അല്ലെങ്കിൽ അവർ അവരുടെ രജിസ്ട്രേഷൻ യഥാസമയം പുതുക്കാതെ ഇരുന്നാലോ അവർ അതുവരെ ഫോറിൻ കോൺട്രിബ്യൂഷൻ ഉപയോഗിച്ച് എന്തെങ്കിലും അസറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും അതോടൊപ്പം തന്നെ ലോക്കൽ ഫണ്ടും കൂടി ചേർത്തുകൊണ്ട് ഡൊമസ്റ്റിക് ഫണ്ടും കൂടി ചേർത്തുകൊണ്ട് എന്തെങ്കിലും അസറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും അവർ അതുവരെ സ്വീകരിച്ച ഫോറിൻ കോൺട്രിബ്യൂഷനിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും എല്ലാം തന്നെ സെൻട്രൽ ഗവൺമെൻറ് നിയോഗിക്കുന്ന ഒരു പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിയിൽ നിക്ഷിപ്തം ആകും എന്നാണ്. അങ്ങനെ മോദി NGOകളുടെ വസ്തുവകകൾ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ ഭേദഗതി നിയമം കൊണ്ടുവന്നത് എന്ന് മഹിളാ കോൺഗ്രസിൻ്റെ നേതാവായ നിഷ സോമൻ വളരെ ശക്തിയുക്തം ആ കാര്യം അവതരിപ്പിക്കുന്നതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും നിങ്ങൾ സദയം കാണുക. ഇത്രയും കാലം FCRA റെഗുലേഷനാണ് ചെയ്തിരുന്നത് എങ്കിൽ ഈ പുതിയ ബില്ലിൽ കൺട്രോളാണ് ഉദ്ദേശം. ഏതൊരു സംഘടനയ്ക്കും വിദേശത്തു നിന്ന് $1 പോലും സ്വീകരിക്കണമെങ്കിൽ FCRA ലൈസൻസ് വേണം. ഇതിന് സാധാരണ 5 വർഷമാണ് കാലാവധി. കാലാവധി തീർന്നാൽ ലൈസൻസ് റിന്യൂ ചെയ്യണം. വിദേശ സംഭാവന ആവശ്യമില്ലെങ്കിൽ ലൈസൻസ് പുതുക്കാതിരിക്കാം. അതുവരെ സ്വീകരിച്ച വിദേശ സംഭാവന കൊണ്ടുണ്ടാക്കിയ ആസ്തി ആ സംഘടനയുടേതായി തുടരും, ഒന്നും സംഭവിക്കില്ല. പക്ഷെ പുതിയ ബിൽ അനുസരിച്ച് FCRA ലൈസൻസ് കേന്ദ്ര ഗവൺമെന്റ് ക്യാൻസൽ ചെയ്താലോ കാലാവധി കഴിഞ്ഞ് പുതുക്കിയില്ലെങ്കിലോ നിങ്ങൾ അതുവരെ സ്വീകരിച്ച വിദേശ സംഭാവനയും അതുകൊണ്ടുണ്ടാക്കിയ ആസ്തികളും സർക്കാരിൻ്റെതാകും. നിങ്ങളുടെ ലൈസൻസ് കാലാവധി കഴിഞ്ഞാൽ സർക്കാർ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കും. അയാൾക്ക് തീരുമാനിക്കാം ഏതെങ്കിലും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ഈ സ്വത്ത് കൈമാറണോ അതോ സ്വത്ത് ലേലം ചെയ്ത് പണം കേന്ദ്ര സർക്കാരിന് കൈമാറണോ എന്നൊക്കെ. മിക്സഡ് ഫണ്ട് അസറ്റ്സ് മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെതാകും. സംഘടനകളുടെ എതിർപ്പിനുള്ള കാരണം ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ നിഷ സോമൻ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കാം. അതായത് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ കിട്ടുന്നത് 2 തരത്തിലാണ്. ഒന്നാമതായിട്ട് ഏതെങ്കിലും ഒരു NGO ഇന്ത്യയിൽ നിലവിലുള്ള ട്രസ്റ്റ് ആക്ട്, സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്, കമ്പനീസ് ആക്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആക്ടിനടിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു എൻറ്റിറ്റി ആയിരിക്കണം. അവർക്ക് കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം. അവർ ഏത് ഫീൽഡിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഫീൽഡിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. അതുപോലെ തന്നെ മിനിമം 15 ലക്ഷം രൂപ അവർ ആ പ്രവർത്തനങ്ങൾക്കായി ആൾറെഡി സ്പെൻഡ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള എൻറ്റിറ്റീസിന് മാത്രമേ ഈ രജിസ്ട്രേഷൻ അനുവദിക്കുകയുള്ളൂ. വിദേശ ഫണ്ട് കിട്ടാനുള്ള രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു NGO നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൊസൈറ്റിയായിട്ട് രജിസ്റ്റർ ചെയ്തു, പക്ഷേ 3 വർഷം അവർ കംപ്ലീറ്റ് ആയില്ല. അങ്ങനെ ഉള്ളവർക്ക് രജിസ്ട്രേഷൻ കിട്ടത്തില്ല. പക്ഷേ ആരോ ഒരാൾ വിദേശത്തു നിന്നും അയാളെ ഈ NGOയെ സഹായിക്കാൻ തയ്യാറും ആണ്. അത്തരം വേളകളിൽ ഈ NGOയ്ക്ക് സർക്കാരിൽ നിന്നും ഒരു പെർമിഷൻ വാങ്ങി ആ ഫണ്ട് സ്വീകരിക്കാം. പക്ഷേ അവിടെ ഫണ്ട് നൽകാൻ ഒരാൾ തയ്യാറായിരിക്കണം. എത്ര രൂപയാണ് നൽകാൻ പോകുന്നത് എന്നുള്ളതിന് തെളിവ് വേണം. അതുപോലെ തന്നെ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ആ പൈസ നൽകുന്നത്, ഈ 3 കാര്യങ്ങളും സ്ഥാപിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള NGOസിനെ രജിസ്ട്രേഷൻ ഇല്ലാതെ തന്നെ ആ ധനം മാത്രം സ്വീകരിക്കാൻ അനുവദിക്കാം. നമുക്കറിയാം 1976 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ പരമാധികാരത്തെയും നാഷണൽ ഇൻറ്റഗ്രിറ്റി, പബ്ലിക് ഇൻട്രസ്റ്റ് ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് FCRA കൊണ്ടുവന്നത്. അതിനുശേഷം 2010 അന്നത്തെ കോൺഗ്രസ് സർക്കാർ, മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ ആ നിയമത്തെ റിപ്പീൽ ചെയ്തുകൊണ്ട് പുതിയ ഒരു ഭേദഗതി നിയമം അല്ല, പുതിയ ഒരു FCRA കൊണ്ടുവന്നു. 1/11/2011 മുതലാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നത്. അതിന് പ്രകാരം ഏതെങ്കിലും ഒരു NGO FCRA നിയമത്തിനടിയിൽ രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി 5 വർഷം ആയിരുന്നു. കൂടാതെ എല്ലാ വർഷവും ഡിസംബർ മാസം 31-ന് മുൻപായിട്ട് അത്തരത്തിലുള്ള എല്ലാ NGOകളും ഒരു ആനുവൽ റിട്ടേണും നൽകണമായിരുന്നു. കൂടാതെ അതിൻ്റെ സെക്ഷൻ 14 പ്രകാരം ഏതെങ്കിലും ഒരു NGO ഈ FCRA നിയമത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ രജിസ്ട്രേഷൻ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ വേണ്ടി വന്നാൽ ക്യാൻസൽ ചെയ്യുന്നതിനും അതിൻ്റെ സെക്ഷൻ 14 പ്രകാരം വകുപ്പുണ്ടായിരുന്നു.
ഇനി പറയുന്നത് ഏവരും ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഇപ്പോൾ മോഡി ഒരു പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിയെ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ഈ NGOസിൻ്റെയൊക്കെ അസറ്റ് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. എന്നാൽ 2010 മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന നിയമത്തിൻ്റെ സെക്ഷൻ 3(p) പ്രകാരം അവിടെയും ഒരു പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിക്ക് ഡെഫിനിഷൻ നൽകിയിരുന്നു. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് നമുക്ക് പിന്നാലെ മനസ്സിലാക്കാം. ഇനി നമുക്ക് അന്ന് മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ആക്ടിലെ സെക്ഷൻ 15(1) പറയുന്നത് എന്താണെന്ന് നോക്കാം. The foreign contribution and assets created out of the foreign contribution in the custody of every person whose certificate has been cancelled under section 14 shall vest in such authority as may be prescribed എന്നാണ് അവിടെ പറയുന്നത്. അവിടെ പറയുന്നത് ആ ആക്ടിൻ്റെ സെക്ഷൻ 14 പ്രകാരം ഏതെങ്കിലും ഒരു NGOയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെട്ടാൽ അവരുടെ വസ്തുക്കളൊക്കെ തന്നെ ഒരു പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിയുടെ കയ്യിൽ നിക്ഷിപ്തമാകും എന്നാണ്. ഇനി നമുക്ക് എന്താണ് സെക്ഷൻ 14 പറയുന്നത് എന്ന് നോക്കാം. കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു അന്വേഷണം നടത്തിയതിന് ശേഷം ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു NGOക്കെതിരെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഈ രജിസ്ട്രേഷൻ വേണമെങ്കിൽ റദ്ദ് ചെയ്യാം എന്നാണ് സെക്ഷൻ 14 പറയുന്നത്. അതായത് ശരിയല്ലാത്തതോ തെറ്റായതോ ആയ വിവരം സർട്ടിഫിക്കേഷന് വേണ്ടിയോ അത് പുതുക്കുന്നതിന് വേണ്ടിയോ നൽകിയാൽ, രണ്ടാമതായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ FCRA ആക്ട് അതിലെന്തെങ്കിലും വയലേറ്റ് ചെയ്താൽ, പൊതു നന്മയെ കരുതി ഒരു രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യേണ്ടി വന്നാൽ, നാലാമതായിട്ട് ആക്ടിലെയോ റൂൾസിലെയോ അതിനിടയിൽ ഇറക്കിയ ഉത്തരവുകളിലെയോ വ്യവസ്ഥകൾ ഏതെങ്കിലും ലംഘിച്ചാൽ, അഞ്ചാമതായിട്ട് 2 വർഷത്തിൽ കൂടുതൽ കാലം ഒരു NGO എന്തിനു വേണ്ടി നിലവിൽ വന്നോ അതിനു വേണ്ട ഒരു പ്രവൃത്തികളും ചെയ്യാതിരുന്നാലോ പ്രവർത്തനരഹിതമായി മാറിയാലോ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അത്തരത്തിൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെടുന്ന NGO അതിനകം തന്നെ ഈ ഫോറിൻ കോൺട്രിബ്യൂഷനിലൂടെ എന്തെങ്കിലും അസറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ, അതുപോലെ അത് നേരത്തെ സ്വീകരിച്ച പണത്തിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിലോ അതൊക്കെ തന്നെയും നമ്മൾ നേരത്തെ കണ്ട സെക്ഷൻ 3(p)യിൽ കണ്ട പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിയിൽ നിക്ഷിപ്തമാകും എന്നാണ് മൻമോഹൻ സിംഗ് 2010 കൊണ്ടുവന്ന ആക്ടിൻ്റെ സെക്ഷൻ 15(1) പറയുന്നത്. ഇനി നമുക്ക് മൻമോഹൻ സിംഗിൻ്റെ ആക്ടിലെ സെക്ഷൻ 15(2) എന്താണ് പറയുന്നത് എന്ന് നോക്കാം. The authority referred to in subsection 1 may, if it considers necessary and in public interest, manage the activities of the person referred to in that subsection for such period and in such manner as the central government may direct, and such authority may utilize the foreign contribution or dispose of the assets created out of it in case adequate funds are not available for running such activity. ആക്ടിൻ്റെ സെക്ഷൻ 15(2) പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന അതോറിറ്റിക്ക് പൊതു താൽപ്പര്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ പറയുന്ന സമയത്തേക്കും രീതിയിലും ഇത്തരത്തിൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെടുന്ന NGOസിൻ്റെ വസ്തുവകകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നും, നേരത്തെ ലഭിച്ച ഫണ്ടിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ഈ NGOസിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കാമെന്നും, ഒരുപക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ട ധനം ഇല്ലാത്ത പക്ഷം അത്തരത്തിലുള്ള NGOസിൻ്റെ വസ്തുവകകൾ വിറ്റ് അക്കാര്യം നടത്താൻ സാധിക്കുമെന്നും ആയിരുന്നു ഈ സെക്ഷൻ 15(2) പറഞ്ഞിരുന്നത്. പുതിയ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് ഷെയ്ക്കിന TV-യിൽ സീനിയർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ പള്ളിവാതിൽക്കൽ ജോണി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിലും ഞാൻ ഈ പറയുന്ന കാര്യം അദ്ദേഹം അടിവരയിട്ട് പറയുന്നത് നിങ്ങൾ കാണുക. സെക്ഷൻ 15 അനുസരിച്ച് മാനേജ്മെന്റ് ഓഫ് ഫോറിൻ കോൺട്രിബ്യൂഷൻ ഓഫ് പേഴ്സൺസ് ഹൂസ് സർട്ടിഫിക്കറ്റ് ഹാസ് ബീൻ ക്യാൻസൽഡ്. അപ്പൊ ക്യാൻസൽ ചെയ്യുന്ന അവസരത്തിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാം. അപ്പൊ അങ്ങനെ ക്യാൻസൽ ചെയ്ത സ്ഥാപനങ്ങൾക്ക് ഫോറിൻ കോൺട്രിബ്യൂഷനിലുള്ള ബാലൻസ് പണവും ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ കൊണ്ട് അസറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഗവൺമെന്റിന്റെ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിയിൽ നിക്ഷിപ്തമാകുമെന്നാണ് സെക്ഷൻ 15 ഓഫ് ദി ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് 2010 പറയുന്നത്. അപ്പോൾ ആരാണ് ഏതെങ്കിലും ഒരു NGOയുടെ രജിസ്ട്രേഷൻ ക്യാൻസലാക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ വസ്തുവകകൾ
പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ള നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ്. എന്നാണ് കൊണ്ടുവന്നത്? 2010. അന്ന് അതിനെ ആരെങ്കിലും എതിർത്തിരുന്നോ? ആരും തന്നെ, ഈ പറയുന്ന സഭകൾ ഒന്നും തന്നെ അതിനെ എതിർത്തിരുന്നില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെയും BJPയുടെയും നിലപാട് ഒന്ന് തന്നെയാണ്. അതായത് ഏതെങ്കിലും ഒരു NGO വിദേശ പണം സ്വീകരിച്ചതിന് ശേഷം FCRA നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുകയും അവരുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ ആ പണത്തിൽ നിന്നും ഉണ്ടാക്കിയ അസറ്റ് അത് സർക്കാരിലേക്ക് വരണം എന്ന് തന്നെയായിരുന്നു കോൺഗ്രസിൻ്റെയും BJPയുടെയും നിലപാട്. 2010 കോൺഗ്രസ് കൊണ്ടുവന്ന ആക്ടിൻ്റെ സെക്ഷൻ 32 പ്രകാരം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു NGOയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെടുകയും അതിൻ്റെ അസറ്റ്സ് കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സെക്ഷൻ 32 പ്രകാരം ആ NGOയ്ക്ക് റിവിഷൻ നൽകാൻ കഴിയുമായിരുന്നു. റിവിഷൻ്റെ സമയത്ത് ആ NGOയ്ക്ക് അവരുടെ നിരപരാധിത്വം കേന്ദ്ര ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്താനും അവരുടെ ഭാഗം ശരിയാണെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ രജിസ്ട്രേഷനും അതുപോലെ അവരിൽ നിന്നും പിടിച്ചെടുത്ത അസറ്റ്സും മടക്കി നൽകാനുള്ള വകുപ്പും ഉണ്ടായിരുന്നു. നാം ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട കാര്യം, പുതിയ ഭേദഗതിയിൽ ഈ സെക്ഷൻ 32 കേന്ദ്ര സർക്കാർ ടച്ച് ചെയ്തിട്ടേ ഇല്ല. അത് അതുപോലെ തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ ഇനി അഥവാ സർക്കാർ ഈ വസ്തുവകകൾ ഏറ്റെടുത്താലും കഴിഞ്ഞ 16 വർഷം ആയിട്ട് നിലനിൽക്കുന്ന നിയമത്തെ പോലെ തന്നെ ഈ NGOസിന് റിവിഷനുമായിട്ട് പോകാം. അതുമല്ലെങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. നാം നേരത്തെ കണ്ടു, പഴയ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിലെ സെക്ഷൻ 14 പ്രകാരം ഉള്ള വയലേഷൻ നടന്നാൽ മാത്രമേ ഒരു NGOയ്ക്ക് അവരുടെ രജിസ്ട്രേഷൻ നഷ്ടപ്പെടുമായിരുന്നുള്ളൂ. എന്നാൽ പുതിയ ഭേദഗതിയിൽ 2 സെക്ഷൻ കൂടി കൊണ്ടുവന്നു. അതായത് 14A-യും 14B-യും. 14A-യിൽ പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു NGO അവരുടെ രജിസ്ട്രേഷൻ സെൻട്രൽ ഗവൺമെൻറ്റിന് സ്വമേധയാ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ ആ സമയത്തും അവരുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെടും. അവരുടെ വസ്തുക്കളും നേരത്തെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാം. 14B-യിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു രജിസ്ട്രേഷൻ്റെ കാലാവധി 5 വർഷമാണ്. ഏതെങ്കിലും ഒരു NGO ഈ 5 വർഷത്തിന് മുമ്പായിട്ട് അതിനു വേണ്ട അപേക്ഷ നൽകാതിരിക്കുകയോ 5 വർഷത്തിന് മുമ്പായിട്ട് തന്നെ അവരുടെ ഈ രജിസ്ട്രേഷൻ പുതുക്കാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിന് അവരുടെ അസറ്റ്സ് ഏറ്റെടുക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും എന്നാണ്. അപ്പോൾ ഈ 2 സെക്ഷനാണ് പുതിയതായിട്ട് ഈ പഴയ നിയമത്തിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തത്. നാം നേരത്തെ കണ്ട പഴയ ആക്ടിലെ സെക്ഷൻ 15 അപ്പാടെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അതിന് പകരമായിട്ട് പുതിയ ഭേദഗതിയിൽ സെക്ഷൻ A-B-C കൊണ്ടുവന്നിട്ടും ഉണ്ട്. സെക്ഷൻ 16A-യിൽ പറയുന്നത് നാം പണ്ടുണ്ടായിരുന്ന സെക്ഷൻ 14, ഇപ്പോൾ കൊണ്ടുവന്ന സെക്ഷൻ 14A, 14B പ്രകാരം ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ആക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ കൊണ്ടുവന്ന ധനസഹായത്തിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും അത്തരത്തിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും അസറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും ഈ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തം ആകും എന്നാണ്. മറ്റൊരു പുതിയ സെക്ഷനാണ് 16C. അത് പ്രകാരം ഈ പണം സ്വീകരിച്ച NGO ഇല്ലാതാവുകയോ പ്രവർത്തനക്ഷമം അല്ലാതാവുകയോ ചെയ്താൽ അക്കാര്യം ഈ NGO കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം. ആ ഒരു അവസരത്തിലും നേരത്തെ പറഞ്ഞ പ്രകാരമുള്ള വസ്തുക്കളും പൈസയും ഒക്കെ തന്നെ സ്ഥിരമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാകും എന്നാണ് സെക്ഷൻ 16C പറയുന്നത്. ഇനി നമുക്കൊരു സാഹചര്യം സങ്കല്പിച്ച് നോക്കാം. അതായത് ഒരു NGOയുടെ ഈ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യുന്നതിന് 6 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്ത് അവർക്ക് വളരെ വലിയ ഒരു ധനസഹായം വിദേശത്ത് നിന്നും FCRA പ്രകാരം കിട്ടുന്നു. അവർ ആ പണം കൈപ്പറ്റുന്നു. അതിനുശേഷം 6 മാസത്തിനകം അവർ അവരുടെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാനുള്ള അപേക്ഷ കൊടുക്കുന്നില്ല. അപ്പോൾ 6 മാസം കഴിയുന്നു. അപ്പോൾ ഈ ഭേദഗതി നിയമത്തെ എതിർക്കുന്നവരുടെ അഭിപ്രായ പ്രകാരം ആ ഫണ്ട് ഈ NGOയുടേതായി മാറിയെന്നും അതിനെ ആർക്കും തന്നെ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നുമാണ്. ഇതെന്താ വെള്ളരിക്കപ്പട്ടണം ആണോ എന്നാണ് ഇപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവരാൻ പോകുന്ന ഭേദഗതിയെ എതിർക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന FCRAയുടെ പ്രസക്തി? അപ്പോൾ ആ പൈസ ആ NGO രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് കൈയും കെട്ടി നിൽക്കണമെന്നാണോ പുതിയ ഭേദഗതിയെ എതിർക്കുന്നവർ പറയുന്നത്?
ഇനി നമുക്ക് മറ്റൊരു സാഹചര്യം നോക്കാം. അതായത് ഒരു NGO വിദേശത്തു നിന്നും ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് കൈപ്പറ്റുന്നു, അതിനുശേഷം വലിയൊരു എസ്റ്റേറ്റ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ വലിയൊരു ഓഡിറ്റോറിയം കെട്ടുന്നു എന്ന് കരുതുക. അതിനുശേഷം അയാൾ തൻ്റെ ഈ രജിസ്ട്രേഷൻ പുതുക്കുന്നില്ല. അപ്പോൾ എന്താണ് ആ കെട്ടിടം അല്ലെങ്കിൽ ആ എസ്റ്റേറ്റ് ആ വ്യക്തിയുടേതായി മാറുമെന്നാണോ ഇപ്പോഴത്തെ ഈ ഭേദഗതിയെ എതിർക്കുന്ന ആൾക്കാരുടെ അഭിപ്രായം? ഒരിക്കലുമില്ല. കാരണം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ വിദേശത്തു നിന്നും പണം സ്വീകരിക്കുന്നത് ഒരു അവകാശമല്ല, കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു ഔദാര്യം മാത്രമാണ് എന്ന് നോയൽ ഹാർപ്പർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. 2020 മോദി സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിക്ക് എതിരെയായിരുന്നു ആ കേസ്. ആ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് അന്ന് കൊണ്ടുവന്ന ഭേദഗതികൾ ഒക്കെ തന്നെയും രാജ്യത്തിൻ്റെ പരമാധികാരത്തിനും അതുപോലെ തന്നെ നാഷണൽ ഇൻറ്റഗ്രിറ്റിക്കും അത്യാവശ്യമാണ് എന്നായിരുന്നു. അപ്പോൾ FCRAയുടെ അടിസ്ഥാനത്തിൽ വിദേശത്തു നിന്നും കൊണ്ടുവരുന്ന പണം കൊണ്ട് ഒരു NGOയ്ക്കും സ്വന്തമായിട്ട് ഒരു അസറ്റും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതൊരു ബെനാമി ട്രാൻസാക്ഷൻ ആയി മാറും. കാരണം അത് ആ NGOയുടെ പണം കൊണ്ടല്ല അവർ ആ അസറ്റ് ഉണ്ടാക്കിയത്. അതിനാൽ നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 300A പറയും പ്രകാരം നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് പ്രോപ്പർട്ടി എക്സെപ്റ്റ് ബൈ അതോറിറ്റി ഓഫ് ലോ എന്ന് പറയുന്നത് ഇവിടെ ബാധകമല്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ് കണ്ടുകെട്ടുന്നത് ഈ NGOയുടെ സ്വകാര്യ പ്രോപ്പർട്ടി അല്ല എന്നാണ്. മറിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഔദാര്യത്തോടു കൂടി FCRA നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കാം എന്നുള്ള ഉറപ്പിന്മേൽ മാത്രം ഉണ്ടാക്കിയ അസറ്റാണത്. അതിനാൽ സമയാസമയം രജിസ്ട്രേഷൻ പുതുക്കിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതും FCRA നിയമത്തിനടിയിൽ സർക്കാരിന് വിധേയമായി പ്രവർത്തിക്കുക എന്നുള്ളതും ഈ വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന ഓരോ NGOയുടെയും ബാധ്യതയായി മാറും. അതുതന്നെയാണ് വേണ്ടത്. അപ്പോൾ 2010 കോൺഗ്രസ് ഗവൺമെൻറ് ഇതേ നിയമം തന്നെ കൊണ്ടുവന്നിരുന്നുവെങ്കിലും ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയെ നോട്ടിഫൈ ചെയ്തിരുന്നില്ല. ഇപ്പോൾ 2026 നേരത്തെ ഉണ്ടായിരുന്ന ആക്ടിൻ്റെ സെക്ഷൻ 15 അതുപോലെ തന്നെ മാറ്റിയതിന് ശേഷം സെക്ഷൻ 16 പുതിയ ഒരു സെക്ഷൻ കൊണ്ടുവരികയും അതിനടിയിൽ ABCD എന്നുള്ള രീതിയിൽ പുതിയ കുറച്ച് നിയമങ്ങളും കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത്. തത്വത്തിൽ എല്ലാം തന്നെ ഒന്ന് തന്നെ ആണ്. കാരണം ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെടുക, അല്ലെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ പുതുക്കാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുക, ഇതിൻ്റെയൊക്കെ തന്നെ ക്യുമുലേറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. 2010 കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്ന സെക്ഷൻ 32 പ്രകാരമുള്ള റിവിഷനുള്ള സാധ്യത ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ 16 വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് തന്നെ കൊണ്ടുവന്ന ഒരു നിയമമാണ് ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇപ്പോൾ മോദി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാത്രമാണ് ഈ നീണ്ട 16 വർഷം മൗനം പാലിച്ചിരുന്ന കോൺഗ്രസ് അതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വരുന്നത്. മറ്റ് സംഘടനകൾ എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നില്ല എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. അതിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ്. അതായത് കഴിഞ്ഞ 16 വർഷങ്ങളായിട്ട് അതേ നിയമം തന്നെ ഇവിടെ നിലനിന്നിരുന്നു എന്നുള്ളതാണ് അതിനുള്ള കാരണം. അപ്പോൾ അഥവാ ഭാവിയിൽ ഈ നിയമം പാസ്സാക്കപ്പെടുകയും നിയമം നിലവിൽ വരികയും ചെയ്താൽ കോൺഗ്രസും ഈ ക്രിസ്തീയ സഭകളും ഒക്കെ എന്തു പറഞ്ഞായിരിക്കും സുപ്രീം കോടതിയെ സമീപിക്കുക? കോടതി ചോദിക്കും, ഈ നിയമം ഇവിടെ കഴിഞ്ഞ 16 വർഷങ്ങളായി നിലനിന്നിരുന്നു, അന്ന് ആരും തന്നെ നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, നിങ്ങൾ അതിനെ ചോദ്യം ചെയ്തില്ല, പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്നത് എന്ന് കോടതി ചോദിച്ചാൽ ഈ ക്രിസ്തീയ സഭകൾക്ക് പറയാൻ ഉത്തരം ഒന്നും തന്നെ കാണത്തില്ല. ഇവിടെയാണ് എനിക്ക് BJPയോട് തികഞ്ഞ സഹതാപം തോന്നുന്നത്. കഴിഞ്ഞ 16 വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു നിയമത്തെ ഏകദേശം അതുപോലെ തന്നെ BJP ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഈ ക്രിസ്തീയ സഭകൾ എതിർത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അതിൻ്റെ ചർച്ച മാറ്റിവെച്ചുകൊണ്ട് ഈ ക്രിസ്തീയ സഭയ്ക്ക് മുന്നിൽ BJP കീഴടങ്ങിയിരിക്കുകയാണ്. അതിനെ ഭീരുത്വം എന്നല്ലാതെ മറ്റൊന്നും തന്നെ പറയാൻ കഴിയില്ല. ഇനി അഥവാ BJP ഈ സഭയുമായി ചർച്ചയ്ക്ക് പോവുകയാണെങ്കിൽ അതിനർത്ഥം അവർ അവരുടെ നട്ടെല്ല് ഈ സഭയ്ക്ക് മുന്നിൽ പണയം വയ്ക്കുന്നു എന്നാണ്. ഈ ഭേദഗതി നിയമം നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളത് സത്യമാണ്. ഫോർ എക്സാമ്പിൾ, വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന പണവും ഡൊമസ്റ്റിക് പണവും ചേർത്തുകൊണ്ട് ഏതെങ്കിലും ഒരു അസറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ ഈ ഡൊമസ്റ്റിക് പണം കൊണ്ടുണ്ടാക്കിയ അസറ്റ് തിരികെ നൽകും എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വീതം വയ്ക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഭേദഗതികൾ നമ്മുടെ നാട്ടിൻ്റെ സുരക്ഷയ്ക്ക് നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒന്ന് തന്നെയാണ്. ഈ FCRA നിയമത്തിനടിയിൽ 100% സത്യസന്ധമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറുള്ള NGOs മാത്രം വിദേശത്ത് നിന്നും പണം കൊണ്ടുവന്നാൽ മതി.
അല്ലാത്തവർ അതിന് തയ്യാറാകേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു മെസ്സേജാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇത്തരത്തിലുള്ള NGOസിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി അഥവാ ഭാവിയിൽ ഈ ക്രിസ്തീയ സഭകൾ കേസുമായിട്ട് കോടതിയിൽ പോയാൽ അവിടുത്തെ സീൻ എന്തായിരിക്കും, അവിടുത്തെ തീരുമാനം എന്തായിരിക്കും, അവിടുത്തെ വാദങ്ങൾ എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.